6 മാസം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് ഉള്ള അയാളെ നിങ്ങൾ ഇപ്പോൾ സാക്രിഫൈസ് ചെയ്ത് കളയുകയാണ്, നശിപ്പിച്ച് കളയുകയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ട്രൂത്ത്, ഇത് സത്യമാണ്. റൈറ്റ്, ഞാൻ നിങ്ങളോട് ഒരു കള്ളത്തരവും പറഞ്ഞു തരുന്നില്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ പോകാൻ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, എനിക്കറിയാം, ബട്ട് ഇത് സത്യമാണ് ബ്രോ. വൈ ആർ യു സാഡ് ഇൻ യുവർ ലൈഫ് എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോ കഴിയുമ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതിൻ്റെ ഉത്തരം മാത്രം കിട്ടിയാൽ പോരാ എനിക്ക് നിങ്ങൾക്ക്. ബ്രോ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ. ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പോകുന്നത്. അപ്പോൾ റോഡിൻ്റെ ഇങ്ങനെ സൈഡിൽ കൂടെ ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ ബാഗൊക്കെ തൂക്കി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പം അവൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എന്നോട് സംസാരിക്കുന്നുണ്ട്, ഗെയിമിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അവൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ, ഇങ്ങനെ തമാശയായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബട്ട് എൻ്റെ മൈൻഡിൽ കൂടെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്തൊക്കെ എൻ്റെ മൈൻഡിൽ എപ്പോഴും ചിന്ത പോകുന്നത്, എനിക്ക് ആരുമില്ല, എന്നോട് എന്താ ആരും മിണ്ടാത്ത, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എനിക്ക് പെൺകുട്ടികളോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല, പെൺപിള്ളേരൊന്നും എന്നെ ഇഷ്ടപ്പെടത്തില്ല, എനിക്ക് സത്യത്തിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ല, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ആരും അതിന് വില തരത്തില്ല, വീട്ടുകാർക്ക് എന്നെ ഇഷ്ടമുണ്ടോ, ഞാൻ എന്തിനാ ജീവിക്കുന്നത്, ഇങ്ങനെയുള്ള കുറേ തോട്ട്സ് ആണ് എൻ്റെ മൈൻഡിൽ കൂടെ റിപ്പീറ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ, നിങ്ങളുടെ സ്വന്തം ബ്രെയിൻ, നിങ്ങൾക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും നിങ്ങളുടെ ലൈഫിൽ ഡിസിഷൻ എടുക്കേണ്ട, ഏറ്റവും നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് തരേണ്ട ആ ബ്രെയിൻ സ്വന്തമായിട്ട് നിങ്ങളെ തന്നെ നെഗറ്റിവിറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വന്തമായിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല, നിങ്ങൾക്ക് ആരുമില്ല, നിന്നെ ഒരു കാര്യം കൊള്ളത്തില്ല, നിനക്ക് ഫ്രണ്ട്സ് ഇല്ല, നിനക്ക് വീട്ടുകാരില്ല, നിന്നെ ആരും റെസ്പെക്ട് ചെയ്യുന്നില്ല, എല്ലാവരും നിന്നെ ചതിക്കും, ഇങ്ങനെയുള്ള തോട്ട്സ് നമ്മളെ ഇരുത്തി നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള തോട്ട്സ് എൻ്റെ മൈൻഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. അതിങ്ങനെ തോട്ട്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവൻ വിളിക്കുമ്പോഴാണ് ഞാൻ ഇതിനകത്ത് നിന്ന് മാറുന്നു, എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത്. ആ സമയത്താണ് ബ്രോ ഞാൻ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ, ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ മൈൻഡ് എപ്പോഴും ഇങ്ങനെ ഒരു തോട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുമോ, അവരെ നിന്നെക്കുറിച്ച് എന്തോ വിചാരിക്കും, അവരങ്ങനെ വിചാരിച്ചു, നീ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള പേഴ്സൺ അല്ല, ഇങ്ങനെ റിപ്പീറ്റ്ലി സ്വന്തം ബ്രെയിൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതിനകത്ത് ജീവിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത്, അവിടെ നിന്ന് എൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്തത്, ഞാൻ അന്ന് പേടിച്ച, ഏറ്റവും കൂടുതൽ അന്ന് ഞാൻ പേടിച്ചും പ്രാർത്ഥിച്ച ഒരു കാര്യമാണ്, ദൈവമേ എൻ്റെ ലൈഫ് എപ്പോഴും ഇങ്ങനെ ആയിരിക്കുമെന്ന്. ബട്ട് അത് മാറ്റിയത് സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്കിതുപോലുള്ള സിറ്റുവേഷൻസ് ലൈഫിൽ വരും, നമുക്കിതുപോലുള്ള പ്രോബ്ലംസ് കണ്ടിന്യൂസ്ലി ലൈഫിൽ വരും. ചിലപ്പോൾ എക്സ്റ്റേണലി വരും, ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് വരും. നമ്മൾ അതിന് പ്രിപ്പയർ ആയിരിക്കണം. നിങ്ങളുടെ ഊട്ടൂറിൻ്റെ കൂട്ട് ഞാൻ ഇവിടെ നിന്ന് പൊട്ടത്തരം പറയത്തില്ല. ഞാൻ ഈ വീഡിയോ കൊണ്ട് ഒരു കാര്യം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, വൈ ആർ യു സാഡ് ഇൻ യുവർ ലൈഫ് എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോ കഴിയുമ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതിൻ്റെ ഉത്തരം മാത്രം കിട്ടിയാൽ പോരാ എനിക്ക് നിങ്ങൾക്ക്, ആ ഉത്തരം കിട്ടിയിട്ട് നിങ്ങൾ ആക്ഷൻ കൂടെ ചെയ്യണം. നമുക്കറിയാം, നമ്മൾ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമേ വീഡിയോ ഇടാറുള്ളൂ. അങ്ങനെയുള്ള വീഡിയോസ് ആണ് നിങ്ങൾ കാണേണ്ടതും. ബാക്കിയുള്ള ഈ ലൈവും കുൽവും ഗെയിമും റിവ്യൂസും ഒക്കെ കാണുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കണ്ടന്റുകൾ മാത്രം കാണുക. ബി സ്ട്രിക്റ്റ് ഓൺ ഇറ്റ്. അല്ല, ഞാൻ അരമണിക്കൂർ PUBG കളിക്കുന്നത് കണ്ടോട്ടെ, ഞാൻ അരമണിക്കൂർ ഗെയിം കളിക്കുന്നത് കണ്ടോട്ടെ, അരമണിക്കൂർ ഞാൻ GTA കളിച്ചോട്ടെ. ഞാൻ GTA എന്ന് പറഞ്ഞത് എനിക്കറിയാൻ പണ്ടുള്ള ഗെയിം അതായതുകൊണ്ടാണ് GTA എന്ന് പറഞ്ഞത്. ഇപ്പൊ ഏതൊക്കെയാ ഉള്ളതെന്ന് ഗെയിമിനെ കുറിച്ച് ഒരു കാര്യം എനിക്കറിയത്തില്ല, ഞാൻ അമ്മച്ചറാണ്. സോ ബ്രോ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമുക്ക് ആ ലൈഫല്ല വേണ്ടത്. നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവരാണ്. നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ എങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇംപ്രൂവ് ആയിരിക്കണം, അതാണ് എൻ്റെ എയിം. സോ ഞാൻ നിങ്ങളെ എന്നാക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. നിങ്ങൾ എനിക്ക് 100% നിങ്ങളുടെ അറ്റൻഷൻ ഇതിനകത്ത് തരണം. ബിക്കോസ് ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളൊരു കാര്യം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയപ്പോൾ, ഇങ്ങനെ ഒരാളുണ്ട്, ഇയാളുടെ ലൈഫിൽ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളും ആർട്ടിഫിഷ്യൽ ഹാപ്പിനെസ് എന്നൊരു കാര്യങ്ങളും നടക്കും. ഈ ആർട്ടിഫിഷ്യൽ ഹാപ്പിനെസ് സംഭവിക്കുമ്പോൾ, ആർട്ടിഫിഷ്യൽ ഹാപ്പിനെസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, ഞാൻ പറയാം, വെയിറ്റ് ചെയ്യും, എന്താണെന്ന് ഞാൻ പറയാം, വെയിറ്റ് ചെയ്യും. അത് കിട്ടുന്നത് നമുക്ക് തരുന്നത് ഒരു സാഡ് ലൈഫാണ്. റൈറ്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ബ്രെയിൻ തിങ്ക് ചെയ്യുന്ന രീതിയും നമ്മുടെ ബ്രെയിൻ ബിഹേവ് ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. റൈറ്റ്. സോ നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, നമ്മൾ ഹാർഡായിട്ടുള്ള വർക്ക് ചെയ്യുമ്പോൾ, നമ്മൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ആണ് കിട്ടുന്നത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, കറക്റ്റായിട്ട് നമ്മുടെ ലൈഫിൽ അത് ഘട്ടം ഘട്ടമായി റിസൾട്ട് കാണിക്കും. കുറച്ച് താമസിച്ചേ കാണിക്കത്തുള്ളൂ, പെട്ടെന്ന് കാണിക്കത്തില്ല, ബട്ട് ഘട്ടം ഘട്ടമായിട്ട് കാണിക്കും. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെന്റൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യും, നിങ്ങൾ ജിമ്മിൽ പോകുമ്പോൾ നിങ്ങളുടെ ബോഡി ഇമ്പ്രൂവ് ചെയ്യും, നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും, നിങ്ങളുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യും. ഘട്ടം ഘട്ടമായിട്ട് സംഭവിക്കും. ബട്ട് ഇത് ഹാപ്പിനെസ് ആണ്, റിയൽ ഹാപ്പിനെസ് ആണ്.
പക്ഷെ എല്ലാവരും ഇപ്പോൾ ഉള്ളവർ ചെയ്യുന്നത്, ഈ ജനറേഷൻ മൊത്തവും ചെയ്യുന്നത്, ഈ ആൾക്കാർ മൊത്തവും ചെയ്യുന്നൊരു മണ്ടത്തരം, അവർ റാറ്റ് സർക്കിൾ എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് ആർക്കും അറിയത്തില്ല. ആ സർക്കിളിനകത്ത് പെട്ടുപോകുന്ന ഒരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഹാപ്പിനെസ് സ്വീകരിക്കുക. എന്താണ് ബ്രോ ആർട്ടിഫിഷ്യൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ? നിങ്ങളിപ്പോൾ ചിന്തിക്കുക എന്തു ഈ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഹാപ്പിനെസ്? ആർട്ടിഫിഷ്യൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ എണ്ണിക്കുന്നു, നിങ്ങളുടെ ബോഡിക്കും ശരീരത്തിനും ഹാപ്പിനെസ് വേണമെന്നുണ്ട്. അത് സത്യത്തിൽ നമ്മളിങ്ങനെ ഹാർഡായിട്ടുള്ള വർക്കൗട്ടാണ്, ഹാർഡായിട്ടുള്ള ജിമ്മാണ്, ഹാർഡായിട്ടുള്ള മെഡിറ്റേഷനാണ്, ഹാർഡായിട്ടുള്ള ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്, സെൽഫ് ഇംപ്രൂവ്മെൻ്റ് ആണ് ചെയ്യുന്നത്. ബട്ട് നമ്മൾ അത് ചെയ്യാതെ നമ്മൾ നമ്മുടെ കംഫി ആയിട്ടുള്ള സോഫയിലിരുന്ന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം? നമ്മൾ നേരെ സോഷ്യൽ മീഡിയയിൽ കയറി സോഷ്യൽ മീഡിയ റീൽ കണ്ടുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ബാഡായിട്ടുള്ള ഈ നെഗറ്റീവ് ന്യൂസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ ക്യൂരിയോസിറ്റി ഇങ്ങനെ ആക്കുന്ന നമ്മളെ ക്യൂരിയസ് ആക്കുന്ന നെഗറ്റീവ് ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും റിപ്പീറ്റ്ലി. സോ ഇങ്ങനെ നിങ്ങൾ കാണുമ്പോൾ ഈ സംഭവമാണ് നിങ്ങൾ ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും നിങ്ങൾക്കറിയാം? നിങ്ങൾ ഡയറക്റ്റ്ലി സാഡ് ലൈഫിലേക്ക് പോകും. നിങ്ങൾ സാഡ് ലൈഫായിരിക്കും. ബ്രോ ഈ സാഡ് ലൈഫിൽ നിങ്ങൾ എത്തുമ്പോൾ, സാഡ് ലൈഫിൽ നിങ്ങൾ ഇമോഷണലിയും മെൻ്റലിയും വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ പോയിന്റിൽ നിങ്ങൾ ചെയ്യുന്ന ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്കാണ് റാറ്റ് സർക്കിളിൽ നിങ്ങൾ പെടും. നിങ്ങൾ ചെയ്യുന്നത് എന്താ പറയുക? ഈ സാഡ് ലൈഫിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ നേരെ പോയി ഞാൻ ഈ പറഞ്ഞ ഈ സോഷ്യൽ മീഡിയ, ഈ ന്യൂസ്, ഈ ഗെയിം, ഇങ്ങനെയുള്ള നിങ്ങളുടെ ടൈം കളയാൻ വേണ്ടി നിങ്ങൾ ഇതിനകത്ത് കയറിയിരിക്കും. നിങ്ങൾ ഇതിനകത്ത് കയറിയിരിക്കുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങൾ പിന്നെയും സാഡാവുകയാണ്. ഇതൊരു റിപ്പീറ്റ്ലി സർക്കിളായിട്ട് തന്നെ കണ്ടിന്യൂസ്ലി ഓരോ ദിവസവും നടക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡ്രീം ചെയ്തിട്ടുള്ള ഒരു കാര്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്. എത്ര പേര് ഇതിനകത്ത് ആഗ്രഹിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടൊരു ബോഡി ബിൽഡ് ചെയ്യണമെന്ന്? നമുക്ക് പറ്റാത്തത് ഇതുകൊണ്ടാണ്. നമുക്ക് എത്ര പേര് ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് പൈസ വേണം, എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണം, എൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. നമുക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല? നമുക്ക് അതിലോട്ട് പോകാൻ പറ്റുന്നില്ല. എല്ലാവരും ഈ റാറ്റ് ഹോളിൽ കിടക്കുകയാണ്, ഇതിനകത്ത് ഇങ്ങനെ കറങ്ങി കിടക്കുകയാണ്. അങ്ങനെ ഒരു ലൈഫാണോ വേണ്ടത്? ആ ഒരു ലൈഫാണോ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നത്? തിങ്ക് അബൌട്ട് ഇറ്റ്. സോ ബ്രോ മനസ്സിലാക്കുക, ഇങ്ങനൊരു കാര്യം നിങ്ങൾ ഓർക്കുമ്പോഴും ഇങ്ങനൊരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സാഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 2 ഗ്രാഫ് വരച്ചു തരുന്നു. ഇങ്ങനെ 2 കാര്യങ്ങൾ സംഭവിക്കും. ഇങ്ങനെ 2 കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇവിടെ ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരാളും ഉണ്ട്, ഒരു ഈഗിൾ മൈൻഡ് സെറ്റ് ഉള്ള ഒരാളും ഉണ്ട്, ഒരു റാറ്റ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളും ഉണ്ട്. ബട്ട് നമ്മൾ മനസ്സിലാക്കാത്തത്, നമ്മൾ അറിയാത്തത് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു സാഡ് ലൈഫിൽ കൂടെ നിങ്ങൾ പോകുമ്പോൾ ഈ എപ്പോഴും ഫോൺ കണ്ടുകൊണ്ടിരിക്കുക, ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ ഫുള്ളി നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക, എപ്പോഴും നിങ്ങളുടെ സെക്കൻഡ് നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെ ഫ്രൈഡായി ഇരിക്കുക. പിന്നെ അതുപോലെ ആവശ്യമില്ലാത്ത കുറേ ലൈവ് വീഡിയോസ് ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ സാഡ് ലൈഫിലേക്ക് നിങ്ങൾ പോകും. ആ സാഡ് ലൈഫിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നറിയോ ബ്രോ? നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ലേസി ആയി മാറും. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യവും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫോക്കസ് ചെയ്ത് ഒരു കാര്യത്തിന് വേണ്ടി ഇരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ലേസി ആയിട്ട് മാറും. അതാണ് 100% പ്രോബ്ലം. ഇതൊരു 1%, 2%, 3%, 4% മേപ്പോട്ട് പോവുകയാണെങ്കിൽ ആ 100 കംപ്ലീറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ലേസിനെസ്സും കൂടെ വരുമ്പോൾ. യുവർ ലൈഫ് ഗെറ്റ് ഫക്ഡ്. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. സോ ബ്രോ റിയലി മനസ്സിലാക്കുക, നിങ്ങളുടെ 100% ഫോക്കസ് തരിക. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, നിങ്ങൾ രാവിലെ എണ്ണിക്കുന്നു, നിങ്ങൾ രാവിലെ മോർണിംഗ് എണ്ണിക്കുന്നു. നിങ്ങളുടെ മൈൻഡാണിത്. ഓക്കെ, മുടിയൊക്കെ ഉണ്ട്, നിങ്ങളുടെ മൈൻഡാണിത്. നിങ്ങൾ എന്തോ ചെയ്യുന്നതെന്നറിയോ? 2 ഓപ്ഷനാണ് നമുക്കുള്ളത്. നമുക്കൊരു ഈഗിൾ ഓപ്ഷനും ഉണ്ട്, റാറ്റ് ഓപ്ഷനും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് എന്തുകൊണ്ടാണ് നമുക്കിതെല്ലാം ഉണ്ടായത്? നമുക്ക് ലേസിനെസ് ഉണ്ടാകുന്നത്, വിഷമം ഉണ്ടാകുന്നത്, നമ്മൾ ഈ ഫോണിലെല്ലാം ചെയ്തത് എവിടാണ്? നമുക്ക് കോർ പ്രോബ്ലം എന്താണ്? കോർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് ഹാപ്പി ലൈഫും ഒന്ന് ആർട്ടിഫിഷ്യൽ ഹാപ്പിനെസ്സും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന ഈ സമയത്ത് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടും. നിങ്ങളിങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടായത് ഇങ്ങനെ ഓരോരുത്തന്മാരുടെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഗെയിം കുതുകുതാന്ന് പറഞ്ഞ് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഫോൺ കണ്ടുകൊണ്ട് അത് വെച്ചിട്ട് അടിച്ചിട്ട് ഡോപ്പമിൻ പീക്കായിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടും. റൈറ്റ്? ഇതെല്ലാം ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. എന്താണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ? ഇപ്പം നിങ്ങളുടെ ലൈഫിലെ ഹാപ്പിനെസ്സിന് വേണ്ടി നിങ്ങളുടെ ഫ്യൂച്ചറിനെ എല്ലാം സാക്രിഫൈസ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചറിലുള്ള നിങ്ങളെ 6 മാസം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് ഉള്ള അയാളെ നിങ്ങൾ ഇപ്പോൾ സാക്രിഫൈസ് ചെയ്ത് കളയുകയാണ്, നശിപ്പിച്ച് കളയുകയാണ്.
അതാണ് ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഈ പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത്. ബ്രോ, ഈ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയത്, നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവരാണ്, നമ്മൾ ഇസഡ് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണ്. നിങ്ങൾ ഇത് മനസ്സിലാക്കിയിരിക്കണം. എനിക്ക് ഈ വീഡിയോ കൊണ്ടും ഇത് തന്നെയാണ് വേണ്ടത്. നിങ്ങളൊരു ആക്ഷൻ നിങ്ങളുടെ ലൈഫിൽ എടുക്കുമ്പോൾ, നിങ്ങൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, ഈ കാര്യം ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹാപ്പിനെസ് ആണോ, അതോ ഇത് റിയൽ ആയിട്ടുള്ള ഹാപ്പിനെസ് ആണോ, നിങ്ങൾക്ക് സത്യത്തിൽ റിവാർഡ് തരുന്ന ഒരു കാര്യമാണോ എന്ന് തിങ്ക് ചെയ്യുക. ബ്രോ, നിങ്ങളിപ്പോൾ ആലോചിക്കുന്ന കാര്യമാണ്, ഓക്കെ ഇതൊക്കെ പറഞ്ഞ ശരി, പക്ഷേ ഇതിനകത്തുനിന്നും എസ്കേപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിനകത്തുനിന്നും ഓവർകം ചെയ്ത് നിങ്ങൾക്ക് ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാസ്കുലിൻ മെൻ നിങ്ങൾക്ക് ആവണമെങ്കിൽ നിങ്ങൾ എന്താണ് ഇതിനകത്ത് ചെയ്യേണ്ടത്? ബ്രോ, തിങ്ക് ചെയ്യുക. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഹാപ്പിനെസ്സിന്റെ പുറകെ പോകാതിരിക്കുക, ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ പുറകെ പോകാതിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനമില്ല ലൈഫിൽ, ഒരു പ്രയോജനം അതുകൊണ്ട് നമുക്ക് ലൈഫിലില്ല. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇനി ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടൈം എങ്ങനെ കറക്റ്റ് സ്പെൻഡ് ചെയ്യുന്നു, നിങ്ങളുടെ ടൈം നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കുക, നിങ്ങൾ ഒരു ഡേ എടുക്കുകയാണെങ്കിൽ, ഇതിപ്പം ഡിസംബർ 10 11 അങ്ങാണ്ടാണ്, ഓക്കെ, ഈ വർഷം എൻഡ് ചെയ്യാൻ ഇനി സംതിങ് 20-30 ദിവസം കണ്ടേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഓരോ ഡേയും നിങ്ങളുടെ 100% നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? അതോ നിങ്ങളിങ്ങനെ എന്ന് രാവിലെ എണീക്കുന്നു, ആർട്ടിഫിഷ്യൽ ഹാപ്പിനെസ് സ്വീകരിക്കുന്നു, ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നെഗറ്റീവ് ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഓരോരുത്തന്മാരുണ്ടാക്കുന്ന വൈൻ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, റൈറ്റ്? ഇതാ സംഭവിക്കുന്നത്. അത് കണ്ടിട്ട് ഹാപ്പിനെസ് ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ നേരെ പോയിട്ട് ഗെയിം കളിക്കുന്നു, ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും കൂടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകുന്നത്. വൈ ആർ യു ഡൂയിങ് ദിസ്? വൈ? സോ ഇത് നിങ്ങൾക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്തൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഈഗിൾ ലൈഫിലേക്ക് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെഡിറ്റേഷൻ ചെയ്യുക എന്നത്. ബിക്കോസ് മെഡിറ്റേഷൻ ഈസ് എ ബ്യൂട്ടിഫുൾ തിങ് യു ക്യാൻ ഡു. ഞാനിത് റിപ്പീറ്റ്ലി പറയുന്നത് ഇത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ്, റൈറ്റ്? നമുക്ക് വേണ്ടത് നമ്മുടെ മൈൻഡിൽ സമാധാനമാണ്, നമ്മുടെ മൈൻഡിൽ പീസാണ്, നമ്മുടെ മൈൻഡിൽ ഹാപ്പിനെസ് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഫോക്കസ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ബിക്കോസ് നിങ്ങൾ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം. നിങ്ങൾ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണം. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫ് ഇംപ്രൂവ് ആയിരിക്കണം. അതെൻ്റെ ഗോളാണ്. ഞാൻ സെൽഫിഷ് ആണെന്ന് നിങ്ങൾക്ക് പറയാം, ബട്ട് അതെൻ്റെ ഗോളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു കോപ്പിംഗ് മെക്കാനിസം, ഒരു ഉണ്ട ഉരുട്ടി തരുന്നതിൻ്റെ കൂട്ട് നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി, ഓ അങ്ങനെയൊന്നുമില്ല ബ്രോ, ലൈഫ് ഭയങ്കര ഈസിയാണ്, ഹാപ്പിനെസ് ആണ്, നിങ്ങൾ കഷ്ടപ്പെടണമെന്നും വരത്തില്ല, ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്തു 1 മണിക്കൂറൊക്കെ ഗെയിമൊക്കെ കളിക്കാം, ഫോണൊക്കെ കാണാം, ഒന്നും കുഴപ്പമില്ല. നോ, ഞാനങ്ങനെ പറയത്തില്ല. ചിലവർക്ക് എന്നെ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, ചിലവർക്ക് എന്നെ ഇഷ്ടപ്പെടും, ബട്ട് ഐ ഡോണ്ട് കെയർ. എനിക്കറിയാം ഞാൻ എന്താണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞതിൻ്റെ തൊട്ട് ആ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു റാറ്റ് ലൈഫിൽ നിന്നും സെൽഫ് ഇംപ്രൂവ്മെന്റ് കൊണ്ട് ഇംപ്രൂവ് ചെയ്ത് വന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആ കോൺഫിഡൻസ് ഇല്ലായ്മ, ആ ഒറ്റപ്പെടൽ, ആ ഇൻസെക്യൂരിറ്റി, ആ ഫ്രണ്ട്സ് ഇല്ലാതെ ആരോടെങ്കിലും എങ്ങനെ സംസാരിക്കണം അറിയാത്ത ആ ലൈഫിൽ നിന്നും എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിർത്തുക. എസ്പെഷ്യലി ന്യൂസ് കാണുന്നത് നിർത്തുക. ഇഫ് യു ആർ വാച്ചിങ് ന്യൂസ്, ഡോണ്ട് ടോക്ക് ടു മീ. ഐ ഹേറ്റ് യു. ബിക്കോസ് അത്രമാത്രം ഞാൻ ഒരു വീഡിയോ ചെയ്യാം, എന്താണ് കറക്റ്റായിട്ട് പിൻ പോയിന്റ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം, എന്താണ് ന്യൂസ് കാണുന്നത്, ഈ ന്യൂസ് കാണുന്നതുകൊണ്ടുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്രോബ്ലം എന്താണ്. നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങളുടെ മൈൻഡ് ഫ്രൈഡ് ആയിപ്പോവും ഈ നെഗറ്റീവ് കാര്യങ്ങൾ ഇങ്ങനെ കേട്ട്. സോ ആ 2 കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവം കിട്ടും. നിങ്ങൾക്ക് ടൈം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ടൈം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ലൈഫിൽ ചെയ്യാൻ പറ്റും, പല കാര്യങ്ങൾക്ക് വേണ്ടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം പല കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നുണ്ടോ? ദാറ്റ് ഈസ് ജെന്യുവൻ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ടൈം ആരൊക്കെയാണ് എടുക്കുന്നത്? ഇൻസ്റ്റാഗ്രാമോ, അതോ നിങ്ങൾ ന്യൂസ് കാണുന്ന അവന്മാരോ, അതോ ഈ വൈൻ വീഡിയോ ഉണ്ടാക്കുന്ന അവന്മാരോ? തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ലൈഫ് അച്ചീവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള കുറേ കാര്യങ്ങളുണ്ട്, റൈറ്റ്? അത് നമുക്ക് വേണമെങ്കിൽ, അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ ആക്ഷൻ എടുക്കണം, നമ്മൾ തന്നെ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്ലാതെ എനിക്ക് എൻ്റെ വീട്ടുകാർ വരും, എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ പൈസ ഉള്ളവരാ, അങ്ങനെയൊക്കെ പറഞ്ഞ് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല.
നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ നിങ്ങളൊരു മെൻറ്റാലിറ്റിയാണ് നിൽക്കുന്നതെങ്കിൽ ഒരു കാര്യമില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വെൻ ദ ഹാർഡ് ടൈം കംസ്, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. നിങ്ങളുടെ കൂടെ ആരും കാണത്തില്ല. നിങ്ങളുടെ ഫ്രണ്ട്സ് കാണത്തില്ല, നിങ്ങളുടെ കൂടെ വീട്ടുകാരെ കാണത്തില്ല, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് കാണത്തില്ല, നിങ്ങളുടെ കൂടെ ആരും കാണത്തില്ല. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. ആ സിറ്റുവേഷൻ എങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യും? നിങ്ങൾക്ക് ഒരു കാര്യം അറിയത്തില്ലെങ്കിൽ, നിങ്ങളുടെ ഈ പൈസ ഇല്ലെങ്കിൽ, നിങ്ങളെ ആരും റെസ്പെക്ട് ചെയ്യത്തില്ലെങ്കിൽ, നിങ്ങൾക്കൊരു നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ, എങ്ങനെ നിങ്ങൾ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും? ടെൽ മീ, എങ്ങനെ ഹാൻഡിൽ ചെയ്യും? നിങ്ങൾക്കത് പറ്റത്തില്ല. ബ്രോ, ഞാൻ ആ 10ാം ക്ലാസ്സിൽ നിന്നൊരു ബാഡായിട്ടുള്ള എൻ്റെ മൈൻഡിനെ തന്നെ പൊട്ടിച്ചു കളയാൻ തോന്നുന്ന ആ സിറ്റുവേഷനിൽ നിന്നും ഇപ്പം ഭയങ്കരമായി ഹാപ്പി ആയിട്ടുള്ള, ഇപ്പം ഞാൻ റിയലി ഹാപ്പിയാണ്. ഞാൻ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ട്, ഞാൻ കറക്റ്റായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് കോൺഫിഡൻ്റ് ആണ്, ഞാൻ ഡെഡിക്കേറ്റഡ് ആണ്, ഞാൻ ഡിസിപ്ലിൻഡ് ആണ്, അതിന് എനിക്ക് നിങ്ങളും ഉണ്ട്, റൈറ്റ്? സോ ഐ ആം ഹാപ്പി. എനിക്ക് വേണ്ടത്, റിയലി പേഴ്സണലി എനിക്ക് വേണ്ടത്, ഇസഡ് ഗ്രൂപ്പിൽ നിങ്ങളൊരു മെമ്പർ ആണെങ്കിൽ, നിങ്ങൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫും ഇംപ്രൂവ് ആവണം. ദാറ്റ് ഈസ് മൈ ഗോൾ. അതെൻ്റെ ഗോളാണ്, റൈറ്റ്? സോ തിങ്ക് അബൌട്ട് നിങ്ങളുടെ ടൈം നിങ്ങൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്? നിങ്ങൾ ആർക്കൊക്കെയാണ് നിങ്ങളുടെ ടൈം കൊടുക്കുന്നത്? പബ്ജി കുതുകുതാന്ന് കളിച്ചുകൊണ്ടിരിക്കാനാണോ നിങ്ങളുടെ ടൈം കൊടുക്കുന്നത്? അതോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാനാണോ നിങ്ങളുടെ ടൈം കൊടുക്കുന്നത്? ഫോൺ കാണാനാണോ നിങ്ങളുടെ ടൈം കൊടുക്കുന്നത്? അതോ നിങ്ങൾ റിയൽ ലൈഫിൽ നിങ്ങളെ സ്വയമായിട്ട് ബിൽഡ് ചെയ്ത് എങ്ങനെ പെൺകുട്ടികളോട് സംസാരിക്കണമെന്ന് പഠിച്ച് അവൾമാരെ അട്രാക്ട് ചെയ്യാനുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യുകയാണോ? അവരോട് സംസാരിക്കുകയോ, ഫുൾ ഫ്രണ്ട്ഷിപ്പ് ആവോ, കൂടുതൽ എക്സ്ട്രോവേർട്ട് ആവോ, അങ്ങനെ എന്തെങ്കിലും ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണോ നിങ്ങൾ ചെയ്യേണ്ടത്? തിങ്ക് അബൌട്ട് ഇറ്റ്. എനിക്കറിയാം ഈ വീഡിയോ കാണുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടത്തില്ല, എനിക്കറിയാം, ഐ നോ ഇറ്റ്, ബിക്കോസ് ഇറ്റ് ഈസ് ട്രൂത്ത്. ഇത് സത്യമാണ്, റൈറ്റ്? ഞാൻ നിങ്ങളോട് ഒരു കള്ളത്തരവും പറഞ്ഞു തരുന്നില്ല, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ പോകാൻ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, എനിക്കറിയാം, ബട്ട് ഇത് സത്യമാണ് ബ്രോ. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയെങ്കിലും, നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം പോട്ടെ, നിങ്ങൾ എനിക്ക് വേണ്ടിയെങ്കിലും ഈ ഇസഡ് ഗ്രൂപ്പിന് വേണ്ടിയെങ്കിലും യു നീഡ് ടു ടേക്ക് ആക്ഷൻ. ഇനി മുതലെങ്കിലും, എസ്പെഷ്യലി ന്യൂസ് കാണുന്നത്, നെഗറ്റീവ് ന്യൂസ് കാണുന്നത്, റീൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഗെയിം ഇങ്ങനെ കുടുവാന്ന് കളിക്കുന്നത്, ഫോൺ പിന്നെ ഒരു എക്സെപ്ഷൻ തരാം, റൈറ്റ്? നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ഫക്ക് ചെയ്യും, ലേസി നിങ്ങളാവും, എല്ലാം എനിക്കറിയാം, ബട്ട് പിന്നെ ഒരു എക്സ്ക്യൂഷൻ തരാം. നിങ്ങൾ ഒരിക്കലും ഈ നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ എന്തിനു നിങ്ങൾ കാണുന്നു? എന്ത് ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ബ്രോ, നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്യാതെ ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? വേറൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങളത് മനസ്സിലാക്കണം. നമ്മൾ ഈ പല ഇൻഫർമേഷൻ കാണുമ്പോൾ, നമ്മൾ ഈ പല ടൈപ്പുള്ള റീൽസ് കാണുമ്പോൾ, നമ്മൾ ഈ നെഗറ്റീവ് ന്യൂസുകൾ കാണുമ്പോൾ 10% ഓഫ് അതിൻ്റെ ഇൻപുട്ട്, അതിൻ്റെ ഒരു സാധനമുണ്ട്, സത്ത എന്നൊക്കെ പറയത്തില്ലേ, ആ സാധനം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും, റൈറ്റ്? എന്നിട്ട് എന്തുവാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂർ ഇതേ സംഭവം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് ഫ്രൈഡ് ആവും, നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ എല്ലാ കാര്യം ഉണ്ടാവും, അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ബട്ട് ഇത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയിട്ട് നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഇത് കഴിഞ്ഞിട്ടുണ്ട്, ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബ്രെയിനെ ഇടിച്ച് പന്നലാക്കി നശിപ്പിച്ച് നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഫോക്കസ് ചെയ്തിരിക്കാൻ പോകും, നിങ്ങളുടെ ലൈഫ് ബിൽഡ് ചെയ്യാൻ പോകും, റൈറ്റ്? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കും. ബ്രോ, നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലെ ആരോടെങ്കിലും നല്ല രീതിയിൽ സംസാരിക്കണമെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും പോയി ഒരു ഡീൽ സെറ്റ് ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ ക്ലയൻറ്റിനെ കണ്ട് സംസാരിക്കണമെങ്കിൽ, നിങ്ങളുടെ മൈൻഡ് പീസ് വേണം, നിങ്ങളുടെ മൈൻഡ് ഫ്രഷ് ആയിട്ടിരിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവണമെങ്കിൽ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ, നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മൈൻഡിനകത്ത് എങ്ങനെ സമാധാനം കൊണ്ടുവരാം, നമ്മുടെ മൈൻഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, നമ്മുടെ മൈൻഡിന് എത്രമാത്രം പീസ് കൊടുക്കാം. നിങ്ങൾ രാവിലെ എണ്ണിച്ചപ്പോൾ തന്നെ ഫോണിലാണ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ഗെയിമാണ്, ഹൈപ്പർ ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, അതുപോലെ ഇങ്ങനെ ഹൈപ്പർ എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ഹൗ യു വിൽ വിൻ? Think about it, bro. Think about it. You will never walk alone, because we are the Z group. This is not the end, this is the beginning. Love you, brother. Ma.